റഷ്യ യുക്രൈൻ യുദ്ധം കഴിഞ്ഞ 3 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ആദ്യമായിട്ട് യുക്രൈനിലെ ആളുകൾ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നു. അത് മറ്റാർക്കും എതിരായിട്ടല്ല. യുക്രൈൻ്റെ പ്രസിഡന്റായ സെലൻസ്കിക്കെതിരെയാണ് ഈ പ്രൊട്ടസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇവർ ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ, സെലൻസ്കിയുടെ കീഴിലുള്ള പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്റ് ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നു. ആ ബില്ല് എന്താണെന്ന് വെച്ചാൽ, ഈ ഗവൺമെന്റിൽ എന്തെങ്കിലും അഴിമതി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാനായി ആന്റി കറപ്ഷൻ ഏജൻസീസ് പ്രവർത്തിക്കുന്നുണ്ട് യുക്രൈനിൽ. അപ്പോൾ ഈ ഗവൺമെന്റിൽ എന്തെങ്കിലും അഴിമതി നടന്നാൽ ഈ ഏജൻസീസ് ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും ആരാണ് ഈ അഴിമതിക്ക് ഉത്തരവാദിയോ അവരെ വിചാരണ ചെയ്യുകയും ശിക്ഷ നടപ്പാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഏജൻസികളാണ് ഈ ആന്റി കറപ്ഷൻ ഏജൻസീസ്. അപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ബിൽ അനുസരിച്ച് ഈ ആന്റി കറപ്ഷൻ ഏജൻസീസിന്റെ പവർ കുറയ്ക്കുന്ന തരത്തിലുള്ള ഒരു ബില്ലാണ് വന്നിരിക്കുന്നത്. ആ ബില്ലിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, യുക്രൈൻ്റെ പ്രസിഡന്റിന്റെ കീഴിലുള്ള പ്രോസിക്യൂട്ടർ ജനറലിന് ഈ ഏജൻസിയുടെ മുകളിൽ അധികാരം ഉണ്ടായിരിക്കും എന്നാണ് ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് അഗൻസ്റ്റ് ആയിട്ടാണ് കീവിൽ ഇപ്പോൾ ഈ ജനങ്ങൾ ഒത്തുകൂടുകയും സ്ട്രീറ്റ്സിൽ ഒത്തുകൂടുകയും പ്രതിഷേധം നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സെലൻസ്കിയുടെ കീഴിലുള്ള പാർട്ടി ഇങ്ങനെയൊരു ബില്ല് പാർലമെന്റിൽ പാസ്സാക്കാൻ ഇടയായ സാഹചര്യം എന്ന് നോക്കിയാൽ, ഈ ഏജൻസിയുടെ കീഴിലുള്ള ആൾക്കാർ ഈ സെലൻസ്കിയുടെ കീഴിലുള്ള അല്ലെങ്കിൽ സർക്കിളിലുള്ള ആൾക്കാരെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഏജൻസിയിലൂടെ ആൾക്കാർ ഈ സെലൻസ്കിയുടെ സർക്കിളിലുള്ള ആൾക്കാരെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് സെലൻസ്കി എന്തോ ചെയ്തു എന്ന് പറഞ്ഞാൽ, സെലൻസ്കിയുടെ കീഴിലുള്ള സെക്യൂരിറ്റി സർവീസസ് ഉണ്ട്. ആ സെക്യൂരിറ്റി സർവീസസ് വന്ന് ഈ ഏജൻസികളുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുകയും ഈ ഓഫീസുകൾക്കെതിരായിട്ട് ഒരു പുതിയ ആരോപണം ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള സെക്യൂരിറ്റി സർവീസസ് നടത്തി. ആ ആരോപണം എന്താണെന്ന് വെച്ചാൽ, ഇത് റഷ്യൻ ഇന്റലിജൻസിന്റെ ഇൻഫിൽട്രേഷൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സെലൻസ്കിയുടെ പക്ഷം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഏജൻസീസ് സെലൻസ്കിയുടെ ആളുകളെ പറ്റി അന്വേഷിക്കാനുള്ള കാരണം റഷ്യൻ ഇന്റലിജൻസിന്റെ ഇൻഫിൽട്രേഷൻ ആണെന്നും ഇത് തടയാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു പുതിയ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുമാണ് പറയുന്നത്. എന്നാൽ ഇത് യുക്രൈനിലെ ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, 10-12 വർഷങ്ങൾക്ക് മുൻപ് ഇവര് ഒരു പ്രസിഡന്റിനെ താഴെ ഇറക്കി, അഴിമതി ആരോപിച്ചാണ് അദ്ദേഹത്തെ താഴെ ഇറക്കിയത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരു വിധത്തിലും അഴിമതി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അഴിമതി വിരുദ്ധ ഏജൻസികളെ ഉള്ള പവർ കുറയ്ക്കുന്നത് ഈ ജനങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് സെലൻസ്കിയോടും ഒരു കാരണവശാലും ഈ അഴിമതി വിരുദ്ധ ഏജൻസികളുടെ പവർ കുറയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും ചെയ്യരുതെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ ജനങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ഏതായാലും നോക്കാം വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്.